ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ ആകാശ് അങ്ങനെ വെള്ളമൊക്കെ അടിച്ചതിന് ശേഷം മഹേഷിനെ വിളിച്ച് പറയണ്ടേ, എടാ നിന്റെ പഴയ ഭാര്യ ഉണ്ടല്ലോ രചന, അവൾക്കിപ്പോൾ നിന്നോട് വീണ്ടും പ്രണയമാടാ. നീ ഇല്ലാതെ പറ്റുന്നില്ല അവൾക്ക്. നിന്നെ വേണം വേണമെന്നൊരു വിചാരം മാത്രമേ അവൾക്കുള്ളൂ. അവൾക്ക് പിന്നെ രഹസ്യ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്, നിന്നെ നേടിയെടുക്കാനുള്ള രഹസ്യ സ്വഭാവം. എടാ അവൾ നിന്റെ രണ്ട് പിള്ളേരുടെ അമ്മയും കൂടിയായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നീ ഐശ്വര്യനെ ഉപേക്ഷിച്ച് ഇവളെ സ്വീകരിച്ചുവിടാ. എൻ്റെ തലവേദന ഒഴിഞ്ഞു പോകുകയും ചെയ്യും എന്നൊക്കെ പറയാട്ടോ. മഹേഷിനെ മനസ്സിലായി ഇപ്പൊ ആകാശിനോട് പാട്ട് ഒരു കാര്യമില്ലെന്ന്. കാരണം വെള്ളമൊടിച്ച് ലക്ക് കെട്ടി നിൽക്കുകയാണ് ആകാശ്. അതിനൊന്നും മറുപടി മഹേഷ് പറയുന്നില്ല കേട്ടോ. അതിനുശേഷം ആകാശ് വെള്ളമടിച്ച് 4 കാലിൽ ഇങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ രചന നല്ല ഉറക്കമായിട്ട് രചനയുടെ അടുത്തേക്ക് പോയതിനു ശേഷം രചനയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാണ്. രചന പെട്ടെന്ന് ഇങ്ങനെ നെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. നെട്ടുമ്പോഴേക്കും ആകാശ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നെട്ടിയത്? ഇവിടെ നിന്നെ ഞാനല്ലാതെ വേറെ ആരാ പിടിക്കാനുള്ളത്? ഓ, ഇപ്പൊ മഹേഷാണ് നിന്നെ കയറി പിടിച്ചെങ്കിൽ നീ സന്തോഷത്തോടെ സുഖിച്ച് അങ്ങനെ ഇരുന്നാനേലേ. ഞാൻ പിടിച്ചോണ്ട് നിനക്കത് പിടിച്ചിട്ടുണ്ടാവില്ലല്ലേ? ആകാശ് വെള്ളമൊടിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ആകാശ് കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇല്ലടി, ഞാൻ ഉറങ്ങില്ല. നീയേ രഹസ്യമായിട്ട്, ഞാൻ അറിയാതെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയണം. ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? നീ എന്താണ് വിചാരിച്ചത് ഞാനൊരു മണ്ടനാണെന്നോ? ഈ ആകാശ് ഒരു മണ്ടനാണെന്ന് നീ വിചാരിച്ചോ? നിനക്ക് വീണ്ടും പ്രണയം പൂത്തു തുടങ്ങി. അത് എന്നോടല്ല, ആ മഹേഷ് ചന്ദ്രനോട്. ഞാൻ അറിയില്ലെന്ന് നീ വിചാരിച്ചോടി? ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഒരിക്കലും മഹേഷിനെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ ഒരു മോള് അവിടെയാണ്. അതിനെ നേടിയെടുക്കാൻ വേണ്ടി മഹേഷിനോട് ചിലപ്പോൾ അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെറും ഒരു അഭിനയം മാത്രമാണ്. എനിക്ക് എൻ്റെ മോളെ മാത്രമേ വേണ്ടത്, അതായത് മഹേഷിന് വേണ്ട കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മഹേഷിനെ ഉപേക്ഷിച്ചതാണ്. അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. എൻ്റെ മുമ്പിൽ നീ അഭിനയിക്കുകയാണ്. നിനക്ക് ഇപ്പോഴും മഹേഷിനോട് ഇഷ്ടമുണ്ട്. ഇഷ്ടമില്ലായിട്ടാണോടി നീ അവന്റെ അനിയത്തി മഞ്ജിമടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നീ ഇഷിതേനെ കാണാൻ പോയൊക്കെ ചെയ്തത്? ഞാൻ എന്താ ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? നീ ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചപ്പോ ഇത് അറിയില്ലെന്ന് വിചാരിച്ചോ? ആകാശിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക, ഞാൻ ആരെയും കാണാൻ പോയിട്ടൊന്നുമില്ലെന്ന്. നീ വെറുതെ നോണ പറയേണ്ട രചന. ഈ കാര്യം എന്നോട് പറഞ്ഞത് ആരാന്നറിയാവോ? നിന്റെ ഇപ്പോഴത്തെ കാമുകൻ, ഓ സോറി, നിന്റെ എക്സ് ഹസ്ബൻഡ് മഹേഷ് തന്നെയാണ് പറഞ്ഞത്. നീ എന്തൊരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോ, മഹേഷിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ബാഗോ സാധനങ്ങളോ എന്താ എടുത്തിട്ട് പോയിക്കോ. ഓ, ഞാൻ പോയിക്കഴിഞ്ഞാൽ ആകാശിന് എളുപ്പമല്ലോ, ആ ബാംഗ്ലൂരുകാരി പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ. എടി നീ എന്താ വിചാരിച്ചത് എനിക്ക് ബാംഗ്ലൂരുകാരി പെണ്ണ് മാത്രമുള്ളതാ? ആകാശം ഒന്ന് കൈ നൊടിച്ചാൽ എത്ര പെണ്ണുങ്ങൾ വേണമെങ്കിലും ക്യൂ നിൽക്കും. എനിക്ക് നിന്നെ പോലത്തെ ഒരു ചവറ് വേസ്റ്റിനെ വേണ്ട ഒരു കാര്യമില്ല. ഇറങ്ങി പൊയ്ക്കോടി നിന്റെ മോനെ വിളിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന്. ആകാശ് ദേ അനാവശ്യം പറയരുത്, ഞാൻ പറയണതല്ലേ, ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞത്. ഇറങ്ങി പോടി ഇവിടെ നിന്ന് എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് മാറ് എന്നൊക്കെ പറഞ്ഞിട്ട് രചന ആകാശിനെ തള്ളിയിടുക കേട്ടോ. ആകാശ് അങ്ങനെ ബെഡിലേക്ക് വീഴുന്നുണ്ട്. കുടിച്ചോണ്ട് തന്നെ ആകാശ് ബെഡിലേക്ക് മറിഞ്ഞങ്ങ് വീഴുവാണ്. അതിനുശേഷം മഹേഷ് ഫോൺ വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ ഫോൺ കോൾ എല്ലാം തന്നെ നമ്മുടെ ചിപ്പി കേൾക്കുന്നുണ്ട് കേട്ടോ. ചിപ്പി വാദിക്കൽ തന്നെ ഉണ്ടായിരുന്നു. ചിപ്പി കേട്ടെന്ന് മനസ്സിലാവുമ്പോൾ മഹേഷിനെ വല്ലാത്ത പോലെ തോന്നുവാണ്. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഡാഡി ഫോണിൽ മമ്മിയോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ്. അത് ചുമ്മാ പറഞ്ഞതാ മോളെ. മോൾക്കറിയാലോ മോളുടെ മമ്മിക്ക് മോളെ സ്വന്തമാക്കണമെന്നൊരു ഇതുണ്ട്. അപ്പൊ അതിനുവേണ്ടി പുതിയ കളികളൊക്കെ അവള് കളിക്കുന്നുണ്ട്. അതിനെ ചെറുതായിട്ട് 2 ഡോസ് കൊടുത്തന്നേ ഉള്ളൂ. ഡാഡി ഞാനൊരു കാര്യം ചോദിച്ചാ ഡാഡി സത്യം പറയോ? ഞാൻ മോളോട് എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? മോള് കാര്യം ചോദിക്കുക എന്ന് പറയണം. അല്ല ഡാഡിയും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. മോൾക്ക് അങ്ങനെ തോന്നിയോ? ഞാനും മോളുടെ അമ്മയും സ്നേഹത്തോടല്ലേ ഇരിക്കണത്. എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇവിടെ ഓരോരുത്തർ സംസാരിക്കണ കേൾക്കുമ്പോൾ ആര് സംസാരിക്കുന്നത്? അല്ല അച്ഛമ്മയും അച്ചാച്ചനും പിന്നെ അപ്പുറത്തെ അമ്മയുടെ വീട്ടിലും എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞു, മോൾ വേറെ ആര് പറയണതൊന്നും കേൾക്കണ്ട. മോള് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാനും നിന്റെ അമ്മയും തമ്മിൽ ഒരു പിണക്കമില്ല. നോക്ക്, ഞാൻ നിനക്കൊരു വാക്ക് തരാണ് ചിപ്പി. നിന്റെ അമ്മയല്ലാതെ ഈ ജീവിതത്തിൽ എനിക്ക് വേറൊരു ഭാര്യയില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്റെ അമ്മേനെ. നിനക്കത് മനസ്സിലായില്ലേ? അച്ഛനും ഡാഡിക്ക് മാത്രമല്ല അമ്മക്കും ഡാഡിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടാണല്ലോ ഇവിടെ ഇത്രമാത്രം പ്രശ്നമായിട്ട് അമ്മ ഇവിടുന്ന് പോകാത്തത്. അത് ചിപ്പിമോളെ വിചാരിച്ചിട്ടാണ് എന്ന് മഹേഷ് പറയുമ്പോൾ ഒരിക്കലും അല്ല. എന്നെ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, ഡാഡിനെയും കൂടി വിചാരിച്ചോണ്ട്. അമ്മക്ക് ഡാഡിനെ ഭയങ്കര ഇഷ്ടമാണ്. ഡാഡി എന്തുമാത്രം മുമ്പ് അമ്മേനെ തെറ്റിദ്ധരിച്ചായിരുന്നു. അമ്മേനെ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അടിക്കാൻ കൈ വരെ ഓങ്ങിയിട്ടില്ലേ? പക്ഷെ അമ്മ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നില്ലേ? അതിന് കാരണം ഡാഡിനെ അത്ര ഇഷ്ടമായത് കൊണ്ടാ. എന്നാ മോളോട് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ഓ, എന്റെ വായിന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അത് അമ്മ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ മനസ്സിലാക്കാനേ ചിപ്പിക്ക് അറിയാം എന്ന് പറയണം. എടി കള്ളി, നീ സ്കൂളിൽ പോയിട്ട് ഇതൊക്കെയാണോ പഠിക്കണത്? അതെ, സ്കൂളിൽ പോയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? ചിപ്പിയെ ചെറിയ കുട്ടിയല്ല, വലിയ കുട്ടിയാവുക എന്ന് പറയാണ്. നടക്കട്ടെ എന്ന് മഹേഷും പറയണ്ട. ശേഷം
ചിപ്പി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഇഷിത റൂമിലേക്ക് വരുമ്പോൾ മഹേഷ് ഈ കാര്യം പറയുന്നുണ്ടോ. എടോ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ മഹേഷ്? ഞാൻ ആകാശിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് ചിപ്പി ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, അവളെല്ലാം കേട്ടോ? അമ്മ പറഞ്ഞതും ഇവിടുത്തെ അമ്മ സംസാരിച്ചതൊക്കെ അവൾ അറിഞ്ഞോ? അതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നണം മഹേഷ്. ഒരിക്കലും അവൾ അത് അറിയരുത്. അവൾ അതറിഞ്ഞ അവൾക്ക് വല്ലാത്ത വിഷമമാകും. അവള് കാരണമാണോ എന്റെ ജീവിതം നശിനിയെന്ന് പോലും അവൾ ആലോചിക്കും. അങ്ങനെ എങ്ങാനും അവൾ ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷിതക്ക് മരണേ വഴിയുള്ളൂ. താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അവൾക്ക് അതൊന്നും ഇല്ലടോ, അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല. അവൾ അതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്കൊരു വിശ്വാസമുണ്ട്, ഞാനും താനും തമ്മിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു വിശ്വാസമുണ്ട്. അത് സത്യമല്ലേ? ഞാൻ മഹേഷിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്താ മഹേഷ് എന്നെ സ്നേഹിക്കുന്നില്ലേ? തനിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ മഹേഷിന്റെ കൂടെ നിൽക്കണത്. ആ പിന്നെ കഴിഞ്ഞ ദിവസം താനൊരു കാര്യം ഇവിടുത്തെ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു. എന്ത്? അല്ല, എഗ്രിമെന്റ് എന്തോ കീറിക്കളയാണെന്നോ മഹേഷ് മിഷിതിനെ ഒരുമിച്ച് ജീവിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ. അത് വെറും ഒരു വാക്ക് മാത്രമാണോ അതോ വെറുതെ അത് ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത്. താൻ സത്യമായിട്ട് പറയാണോ? താൻ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു? എന്താ മഹേഷിന് എഗ്രിമെന്റ് ഇനിയും പുതുക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറയണം. ഞാൻ കാര്യത്തിൽ തന്നെയാ മഹേഷ് പറഞ്ഞത്. എന്തിനാ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെക്കണത്? മഹേഷിന് എന്നെ അറിയാം, എനിക്ക് മഹേഷിനെ അറിയാം. നമുക്കൊന്നാകാം. പക്ഷെ എന്നിട്ട് നമുക്ക് ഒന്നാവാൻ പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മമാര് പറയണ പോലെ തന്നെ ഡിവോഴ്സോ എന്താച്ച ചെയ്യാം. എഗ്രിമെന്റ് കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞതെല്ലാം തന്നെ വാശിക്ക് പറഞ്ഞതല്ല, നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞ തന്നെയാണ് എന്ന് പറയാണ്. മഹേഷിനും ഭയങ്കര സന്തോഷമാവട്ടോ. സത്യമായിട്ടാണ് താൻ പറയണത് ചോദിക്കുമ്പോൾ അതെ സത്യമായിട്ടാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ കാര്യമില്ല. ഇനി മഹേഷും ഇഷിതയും രണ്ട് വ്യക്തികളല്ല, ഒന്നാണ്. അത് മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴേ ഒന്നായി കഴിഞ്ഞു. ഇനി നമ്മുടെ ശരീരം കൊണ്ട് ഒന്നാവും. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നാകും എന്ന് പറയാണ്. പിന്നെ നമുക്കൊരു കുഞ്ഞ് ജനിക്കണത് അത് ദൈവത്തിന്റെ കയ്യിലാണ്. ചിലപ്പോ നമുക്ക് കുഞ്ഞ് ജനിക്കാതിരിക്കാം, ചിലപ്പോൾ ജനിക്കാതിരിക്കാതിരിക്കാം. പക്ഷെ എന്തായാലും ഇഷിതയും മഹേഷും ഒന്നിച്ച് ജീവിക്കും ഒരുപാട് നാള്. ഈ ഇഷിതയ്ക്ക് ജീവനോടത്തോളം കാലം മഹേഷിന്റെ ഭാര്യയായിരിക്കും ഇഷിത എന്നൊക്കെ പറയണം. അങ്ങനെ ഇഷിതയും മഹേഷും ഒന്നാവാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അതേസമയം രജനിയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ മഹേഷിന്റെ ജീവിതത്തിൽ വീണ്ടും കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെ മഞ്ജുമ നന്നായിട്ട് വളമിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ജുമ പറയണ്ട് ഇഷിതയും മഹേഷും ഒരിക്കലും ഒന്നാകാൻ പോകുന്നില്ല. രചന എത്രയും പെട്ടെന്ന് മകനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം. ശേഷം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം, എനിക്ക് എന്റെ ഡാഡിയുടെ മമ്മിയുടെ കൂടെ ഒരുമിച്ച് നിൽക്കുമെന്ന്. രചനക്കും അതിൽ താല്പര്യക്കുറവില്ലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രചന പണ്ട് ചെയ്തതൊക്കെ ക്ഷമിച്ചു മറന്നു എന്റെ അമ്മ വീട്ടിലേക്ക് കയറ്റും. പക്ഷെ മഹേഷിന്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും രചന തന്നെ വേണം എന്റെ അനിയന്റെ ഭാര്യയായിട്ട് ഇവിടെ വരാനായിട്ട് എന്ന് പറയാണ്. എനിക്കും ഇപ്പൊ താല്പര്യമുണ്ട് മഞ്ജിമ എന്ന് പറയാണ്. അങ്ങനെ മഞ്ജിമ രചനനെ എങ്ങനെയെങ്കിലൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് വീണ്ടും നമ്മുടെ മഹേഷിന്റെ ഭാര്യയായിട്ട് വെക്കാൻ വേണ്ടി പോകുവാട്ടോ. പക്ഷെ ആ സമയത്താണ് ഇഷിതയും മഹേഷും ഒന്നാവണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ജിമയുടെ രചനയുടെ പ്ലാൻ എല്ലാം തന്നെ പൊളിഞ്ഞ് പാളിസായി പോകുവാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാട്ടോ ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.